ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് വന്ന തികച്ചും സാങ്കേതികമായ പിഴവിനെ കള്ളവോട്ടായി ചിത്രീകരിച്ച് മുസ്ലിം ലീഗ്. കോഴിക്കോട് മാറാട് ഡിവിഷനിൽ 49/49 വീട്ട് നമ്പറിൽ 360 വോട്ടുകളുണ്ടെന്നും ഇത് കള്ളവോട്ടാണെന്നുമാണ് ലീഗിന്റെ വ്യാജ ആരോപണം. 360 വോട്ടർമാരിൽ എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ടവരും ഉണ്ടെന്നതാണ് വസ്തുത. കോഴിക്കോട് മാറാട് ഡിവിഷനിൽ 49/49 കെട്ടിട നമ്പറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പറ്റിയ സാങ്കേതിക പിഴവ് മുതലെടുക്കുകയാണ് മുസ്ലിം ലീഗ്. ഈ നമ്പറിലുള്ള കെട്ടിടത്തിൽ വാടകയ്ക്ക് ബേപ്പൂർ ബാങ്കിന്റെ ശാഖ പ്രവർത്തിക്കുന്നതിനാൽ ഇത് CPIM ചേർത്തതാണെന്നുള്ള കള്ള ആരോപണം ഉന്നയിക്കുകയാണ് മുസ്ലിം ലീഗ്. BJPയുടെയും മുസ്ലിം ലീഗിന്റെയും പ്രദേശത്തെ പ്രധാനപ്പെട്ട പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളുടെ പേര് വരെ ഈ ലിസ്റ്റിലുണ്ട്. ഒരേ വീട്ടിൽ താമസിക്കുന്ന അച്ഛൻ മുരളീധരൻ, അമ്മ ഷിജി എന്നിവരുടെ വീട്ടു നമ്പർ 49/49 എന്ന് തെറ്റായി നൽകിയപ്പോൾ മകൻ അശ്വിൻ വീട്ടു നമ്പർ 49/49 522 എന്ന് കൃത്യമായി നൽകിയിട്ടുണ്ട്. ഒന്നിച്ച് വോട്ട് ചേർത്ത ഇവരിൽ 2 പേർ മാത്രം എങ്ങനെ കള്ളവോട്ടർമാരാകുമെന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം. സമാനമായ സ്ഥിതി മറ്റു ചില ആരോപിക്കപ്പെട്ട വോട്ടർമാരിലുമുണ്ട്. 2017 ഈ ഡിവിഷനിൽ BJP ആയിരുന്നു വിജയിച്ചിരുന്നത്. അന്ന് UDF BJP ബാന്ധവം ഉണ്ടാക്കി UDF വോട്ട് മറിച്ച് നൽകിയാണ് BJPയെ വിജയിപ്പിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF BJP അവിശുദ്ധ കൂട്ടുകെട്ടിനെ മറികടന്ന് ഇടതുപക്ഷം വിജയിച്ചു. 8 വർഷമായി ബേപ്പൂർ ബാങ്ക് ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷം മുമ്പ് ചേർത്ത വോട്ടർമാർ വരെ ഈ ലിസ്റ്റിലുണ്ട്. CPIM ഭരിക്കുന്നത് കൊണ്ട് മാത്രം പ്രദേശത്തുകാരുടെ അത്താണിയായ ബാങ്കിനെ വിവാദമുനയിൽ നിർത്താൻ നോക്കുന്ന ലീഗിന്റെയും BJPയുടെയും നീക്കം ഒരു നാടിനാകെ അപകീർത്തിപ്പെടുത്തുകയാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.